രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് NSSന്റെ ചരിത്രപരമായ നിലപാട് മാറ്റം. പിണറായി സർക്കാരിൽ വിശ്വാസമെന്ന് ജി സുകുമാരൻ നായർ. അങ്ങനെ പിണറായിയിലേക്കുള്ള പെരുന്നയുടെ ദൂരം കുറയുന്നു. അത് ശരി ദൂരമാകുന്നു. കോൺഗ്രസ് കൂടാരത്തിൽ ഇടിവെട്ടേറ്റ പോലെയുള്ള പ്രഖ്യാപനം. മിഷൻ BJPയുടെയും നാരായ വേരറുത്ത നിലപാട് പ്രഖ്യാപനം. സുകുമാരൻ നായരെ കണ്ടാൽ വാളെടുക്കാൻ നിന്ന വെള്ളാപ്പള്ളിയും പിണറായി സർക്കാരിൽ വിശ്വാസം എന്ന പെരുന്നയുടെ നിലപാടിനെ പിന്തുണച്ച് രംഗത്തു വന്നു. അപ്പോൾ NSSും SNDPയും ഇനി പിണറായിക്കൊപ്പമോ? കേരള രാഷ്ട്രീയത്തിൽ ഇനി എന്ത് സംഭവിക്കും? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. സമുദായങ്ങളുടെ കളത്തിലോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPMൽ നിന്നും നിതിൻ കണിച്ചേരി, കോൺഗ്രസിൽ നിന്ന് VR അനൂപ്, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, വലതു നിരീക്ഷകൻ ബിജു നായർ എന്നിവർ സ്പെഷ്യൽ എഡിഷനിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ VR അനൂപ്, പെരുന്നയുടെ നിലപാട് പ്രഖ്യാപനം നിങ്ങളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ടോ? ഒരു പരിധി വിട്ട് ചോദിച്ചാൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ടോ? വർഷത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് വരുമ്പോൾ അതിനകത്തെ അജണ്ടകളെ കുറിച്ച് ചില സംശയങ്ങൾ അന്ന് ഉയർന്നിരുന്നു. ആ സംശയങ്ങൾ അസ്ഥാനത്തല്ല എന്നാണ് ഇപ്പോൾ തെളിയിക്കപ്പെടുന്നത്. തീർച്ചയായും അയ്യപ്പനെ വെച്ച് ഒരു വലിയ ധ്രുവീകരണത്തിനാണ് പിണറായി വിജയൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് ആദ്യത്തെ തവണയല്ലെന്നേ. ശബരിമലയിൽ അഗ്നിബാധയുണ്ടാകുമ്പോൾ അന്നത്തെ തിരുകൊച്ചിയുടെ മുഖ്യമന്ത്രി C കേശവനാണ്. അദ്ദേഹം കേരളത്തിന്റെ തന്നെ ഏറ്റവും പുരോഗമനകാരികളായ മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. കാറൽ മാർക്സിനെ ഭഗവാൻ കാറൽ മാർക്സ് എന്ന് വിളിച്ച C കേശവനെ ശബരിമലയിലെ അഗ്നിബാധയുടെ പേരിൽ ഹിന്ദു വിരുദ്ധനാണെന്ന് പറയുകയും അങ്ങനെ ഒരു ഹിന്ദുത്വ ധ്രുവീകരണത്തിന് ശ്രമിച്ച ഒരു പാരമ്പര്യം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. തിരുകൊച്ചിയിൽ, തിരുവിതാംകൂറിൽ. ഇവിടെ 1957 ആദ്യത്തെ ലോക ചരിത്രത്തിൽ തന്നെ ബാലറ്റിലൂടെ വന്ന മന്ത്രിസഭ എന്ന് അവകാശപ്പെടുന്ന ആ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് NSSന്റെ പിന്തുണയോട് കൂടിയാണ് എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, CPMന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന അഡ്വക്കേറ്റ് G ജനാർദ്ദനക്കുറുപ്പിന്റെ ആത്മകഥയിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു വശത്ത് പുരോഗമനകാരികൾ എന്ന് പറയുമ്പോൾ ഇത്തരം ഇരട്ടത്താപ്പുകൾ വെച്ച് പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. പക്ഷേ ഇപ്പോഴത്തെ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് അത് സാധാരണക്കാരിൽ നിന്ന്, CPM അനുഭാവികളടക്കമുള്ള സാധാരണക്കാരിൽ നിന്ന് സമ്പൂർണ്ണമായി ഒറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ സമുദായ നേതൃത്വങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ പിന്തുണയൊന്നും അവരെ ആത്യന്തികമായി രക്ഷിക്കാൻ പോകുന്നില്ല. സുകുമാരൻ നായരുടെ ഇന്നത്തെ നിലപാട് പ്രഖ്യാപനത്തിലുള്ള അങ്ങയുടെ പ്രതികരണമാണ് ചോദിച്ചത്. അതിൽ അങ്ങയുടെ നേരിട്ടുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു. അല്ല, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. G സുകുമാരൻ നായർക്കായാലും വെള്ളാപ്പള്ളി നടേശനായാലും സമുദായ സംഘടനാ നേതൃത്വങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ നിലപാട് പ്രഖ്യാപിക്കാം. ഇപ്പൊ NSS ആയാലും SNDP ആയാലും കോൺഗ്രസിനെ അനുകൂലിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സാധാരണക്കാരായ ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളായാലും അത് സാധാരണക്കാരെ കൂടി ഉൾക്കൊള്ളുന്ന സംവിധാനമല്ലേ. ഒരു സമുദായ സംഘടനയും ഒരു സമുദായ നേതൃത്വവും വിചാരിച്ചാൽ പോലും അവർ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തുമെന്ന് തീരുമാനിക്കാറായിട്ടില്ല. വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ സങ്കീർണമാണ് കാര്യങ്ങൾ. ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, മരിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ CPMന് പിണറായി വിജയൻ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ മരിച്ചു കഴിഞ്ഞു. ശ്വാസോച്ഛ്വാസം കൊടുത്ത് കണിച്ചേരി ചോദിക്കുന്ന ചോദ്യം ഒന്ന്, അനൂപിന്റെ മറുപടി മറ്റെന്തോ ഒന്നാണ്. ഈ ശരിക്കും ഈ അനൂപിനെ ഇപ്പോൾ അങ്കലാപ്പിലാക്കുന്ന, യുക്തിഭദ്രമായ ഒരു വാദം പോലും നിരത്താൻ കഴിയാത്ത രൂപത്തിൽ അദ്ദേഹത്തെ ഇങ്ങനെ നിർവീര്യമാക്കുന്നത് തന്നെ ഈ പെരുന്ന കണിച്ചുകുളങ്ങര ഇഫക്റ്റിന്റെ ഏറ്റവും വലിയ തെളിവാണോ? അല്ല, ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം എടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളും കേരളത്തിലെ പൊതുസമൂഹവും പൊതുവിൽ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടുക്കേണ്ട രാഷ്ട്രീയ നിലപാടുകളോ അല്ലെങ്കിൽ തങ്ങളുടെ നിലപാടുകൾ എങ്ങനെ എടുക്കണം എന്ന് വ്യക്തതയില്ലാത്ത ഒരു നേതൃത്വമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. വ്യക്തതയില്ലായ്മ ഓരോ കാര്യത്തിലും കോൺഗ്രസിൻ്റെ നിലപാടുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം മാത്രമായിരുന്നു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വവും പ്രതിപക്ഷവും എടുത്തത്. അതിന് ഇന്ന് ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയമായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് NSSൻ്റെ നിലപാടായാലും SNDPയുടെ നിലപാടായാലും KPMSൻ്റെ നിലപാടായാലും പൊതുവിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകളിൽ
പൊതുവിൽ എല്ലാവരും യോജിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ശരിയായ പാതയിലാണ് ഈ സർക്കാർ, പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ പോകുന്നത് എന്ന് കേരളീയ സമൂഹത്തിന് ബോധ്യമാകുന്ന കാഴ്ചകളാണ്, വാർത്തകളാണ് നമ്മുടെ ചുറ്റുപാടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമായി അങ്കലാപ്പിലാകുന്നു എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായി യുക്തിഭദ്രമായ ഒരു നിലപാട് അവതരിപ്പിക്കാനോ അത് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാനോ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിയില്ല. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിയാത്ത ആ കാര്യം ഈ ചാനൽ ചർച്ചയിലും ശ്രീ അനൂപിന് വിശദീകരിക്കാനാവില്ല. അതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, അത് ഈ വിഷയത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിനർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ആശയങ്ങളും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സർക്കാരല്ല പിണറായി വിജയൻ്റെ സർക്കാർ. പിണറായി വിജയൻ ഈ കേരളത്തിൽ മതവിശ്വാസികളും ഭക്തരും വിശ്വാസമില്ലാത്തവരും ഇങ്ങനെയെല്ലാമായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ക്ഷേമവും താല്പര്യവും മുൻനിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് നിലപാടെടുക്കുന്നു. തിരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യം വെച്ച്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിനകത്ത് തങ്ങൾക്ക് കിട്ടാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നിലപാട് പലപ്പോഴും വരുന്നത്. ആ നിലപാട് പൊതുവിൽ നമ്മുടെ സമൂഹത്തിനെതിരാണ്, വിശ്വാസികൾക്കെതിരാണ്, ഇവിടെയുള്ള സമുദായങ്ങൾക്കെതിരാണ്, അല്ലെങ്കിൽ സാമൂഹികമായി എല്ലാ വിഭാഗത്തിനും എതിരാകുന്നു എന്നുള്ളതാണ് ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന, ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഈ EMS സെമിനാർ നടത്തുകയുണ്ടായല്ലോ, മലപ്പുറത്തടക്കം വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നും ഉണ്ടല്ലോ. നിതിൻ, അവിടെ ഏറ്റവും ശക്തമായി ഉന്നയിക്കപ്പെട്ടത് എങ്ങനെ മാതൃകാപരമായൊരു ഭരണമായിരുന്നു 57-ലേതെന്നാണ് അല്ലേ? അത് അട്ടിമറിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്ന് തന്നെയായിരുന്നു NSS, അങ്ങേക്കറിയുന്നതുമാണത്. അപ്പോൾ അതുവരെയുള്ള ഒരു ദ്വേഷബന്ധം, ഒരിക്കലും രാഗദ്വേഷം പോലുമല്ല, ദ്വേഷബന്ധമാണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടം മുഴുവൻ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് പോകുന്നു. ഒരു പുതിയ ദശാസന്ധിയിലേക്ക് കടക്കുകയാണ് NSSൻ്റെ ഈ നിലപാട്. അത് ചരിത്രപരമാണ് എന്ന് CPM കരുതുന്നുണ്ടോ? നോക്കൂ, നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എടുത്തിട്ടുള്ള, പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങളിൽ എല്ലാവർക്കും യോജിപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ശക്തമായി പറഞ്ഞിട്ടുള്ളവരാണ്. NSSും പറഞ്ഞിട്ടുണ്ട്, SNDPയും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാ സംഘടനകളും, ഞാൻ ഓരോന്ന് പേരെടുത്ത് പറഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ വിമർശനങ്ങളെയും, ഇപ്പോൾ സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനത്തെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. വിഷയങ്ങളെയല്ലേ നമ്മൾ നിലപാടുകൾ, അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ NSS ആയാലും SNDP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും ഒക്കെ എടുക്കേണ്ട നിലപാടുകൾ ഒരു വിഷയത്തെ വെച്ചുകൊണ്ടാകണം. നമ്മുടെ പൊതുവിൽ നമ്മുടെ സമൂഹത്തിനും നാടിനും ഗുണകരമായ നിലപാടുകൾ ഒരു സർക്കാർ എടുക്കുമ്പോൾ ആ നിലപാടുകളെ രാഷ്ട്രീയം കലർത്തുന്നത് കോൺഗ്രസ്സാണ്, BJP ആണ്. അതാണ് NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ കേരളത്തിൽ പറഞ്ഞിട്ടുള്ളതും പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യം അതാണ്. അതിന് ശരിവെച്ചുകൊണ്ടാണ് SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിലപാടെടുത്തിട്ടുള്ളത്. KPMSൻ്റെ നേതാവായിട്ടുള്ള ശ്രീ പുന്നല ശ്രീകുമാർ അതിന് വെച്ചുകൊണ്ടാണ് നിലപാടെടുത്തിട്ടുള്ളത്. എല്ലാവരും ഈ ഏതെങ്കിലും ഒരു സമുദായ സംഘടനയുടെ നേതാക്കൾ എന്നുള്ള നിലയിൽ മാത്രമല്ല, പൊതുവിൽ എല്ലാവരും NSSുമായി ചിലപ്പോൾ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരുകളുടെ തീരുമാനങ്ങളിൽ അവർക്കെതിരെ അഭിപ്രായം ഉണ്ടായിട്ടുണ്ടാകാം, ആ എതിർപ്പ് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ പൊതുവിൽ നമ്മൾ സമൂഹത്തിന്, അല്ലെങ്കിൽ കേരള സമൂഹത്തിനകത്ത് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഏതാണ്ട് 9.5 വർഷക്കാലമായി, ഒന്നാം പിണറായി സർക്കാരും അതിൻ്റെ തുടർച്ചയിലുണ്ടായ രണ്ടാം പിണറായി സർക്കാരും ശരിയായ പാതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നും ആ ശരിയായ പാത 2026 തെരഞ്ഞെടുപ്പിൽ ഒരു തുടർ ഭരണത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എത്തിക്കുമെന്ന കാര്യത്തിലും കേരളത്തിൻ്റെ പൊതുസമൂഹം പൊതുവിൽ വിശ്വസിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആ നിലയിൽ പ്രതീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനൊപ്പം NSS ഉണ്ട്, SNDP ഉണ്ട്. ഈ കേരളത്തിലെ പുരോഗമനപരമായി ചിന്തിക്കുകയും കേരളത്തിൻ്റെ പൊതുവായ വികസനവും നാടിൻ്റെ ക്ഷേമവും മുൻനിർത്തി ചിന്തിക്കുന്ന എല്ലാ ആളുകളും അതിനൊപ്പമാണ്. അതിന് വിരുദ്ധമായ നിലപാടെടുക്കുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതൃത്വമാണ്, പ്രതിപക്ഷം മാത്രമാണ്, BJP ആണ്. അവരുടെ സങ്കുചിത കക്ഷി രാഷ്ട്രീയമാണ് അതിൻ്റെ അടിത്തറയായി നിൽക്കുന്നത്. ശരി, ശ്രീ N ശ്രീകുമാർ, ഇടതുപക്ഷ സർക്കാരിൽ, പിണറായി സർക്കാരിൽ വിശ്വാസമുണ്ട് എന്ന് G സുകുമാരൻ നായരെ പോലെ ഒരാൾ നടത്തിയ പ്രതികരണത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശ്രീ വേണു, ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത് സമകാലിക വിഷയത്തിലുള്ളൊരു താൽക്കാലിക അഭിപ്രായമാണ്. അതായത് ശബരിമല വിഷയത്തിൽ NSSന് ഗവൺമെൻറ് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് അദ്ദേഹം വ്യക്തമായിട്ട് ഒന്നുകൂടി പറഞ്ഞു, പമ്പയിൽ നടത്തിയ സമരത്തിൽ ആൾ കൂടിയോ ആൾ കുറഞ്ഞോ എന്നുള്ളതൊന്നും വിഷയമല്ല. ആ സമ്മേളനത്തെ NSS വിലയിരുത്തിയിട്ടില്ല. അവിടെ കാര്യം നടക്കുമോ എന്നുള്ളതാണ്
NSS നോക്കുന്നത് കാര്യം നടത്തിത്തരാമെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ വിശ്വസിക്കുന്നു. ഇതൊരു സമുദായ സംഘടനയുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട സാമുദായിക നിലപാടാണ്. ഇത് രാഷ്ട്രീയ നിലപാടല്ല. രാഷ്ട്രീയ നിലപാട് NSS പറഞ്ഞിട്ടുള്ള സമദൂര സിദ്ധാന്തമാണ്. ഇവിടെ ശ്രീ വേണു ആമുഖത്തിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഞെട്ടിയെന്നും മറ്റുള്ളവർക്ക് കുളിർകാറ്റായി ഈ വചനങ്ങൾ മാറിയെന്നുമൊക്കെയാണ്. അത് ഏതാണ്ട് ഞെട്ടിയിട്ടില്ല കോൺഗ്രസ്. പക്ഷേ വചനങ്ങൾ കുളിർമയായി എന്ന് ശ്രീ കണിച്ചേരിയുടെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നു. എന്തായാലും അടുത്ത തവണ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ NSSന്റെയും SNDPയുടെയും സമുദായ സംഘടനകളുടെയും ന്യൂനപക്ഷ വർഗീയ പ്രീണനം കൊണ്ടാണ് UDF അധികാരത്തിലേറിയത് എന്നിവർ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ NSSും SNDPയും ഇപ്പോൾ അവർക്കൊപ്പമാണെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര കമ്മിറ്റി അന്ന് അംഗമായിരുന്ന AK ബാലൻ പറഞ്ഞത് നായന്മാരുടെ വോട്ട് മുഴുവൻ സുകുമാരൻ നായരുടെ പോക്കറ്റിലല്ലെന്നാണ്. അത് അദ്ദേഹം തിരുത്തിയിട്ടില്ല. എന്തായാലും പാർട്ടിയുടെ നിലപാടുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് രക്ഷപ്പെടാം. കാരണം ശബരിമല വിഷയത്തിൽ CPM എടുത്ത നിലപാട്, ഗവൺമെന്റ് എടുത്ത നിലപാട് അവർ തിരുത്തിയിട്ടില്ല. തിരുത്താമെന്നായിരിക്കാം ഒരുപക്ഷെ NSSന് കൊടുത്ത ഉറപ്പ്. ആ ഉറപ്പ് എന്താണെന്നുള്ളത് മുഖ്യമന്ത്രി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പത്രസമ്മേളനം നടത്തിയിട്ട് അവിടുത്തെ പമ്പാ സംഗമത്തിന്റെ ഫലം പറയാത്തതുകൊണ്ട് നമുക്ക് അറിയുകയുമില്ല. വാസവൻ മന്ത്രി പറയുന്നതും അതുപോലെ തന്നെ CPM നേതാക്കൾ പറയുന്നതൊക്കെ NSS ഞങ്ങൾക്കൊപ്പം ചേർന്നു എന്നാണ്. ആയിക്കോട്ടെ, അവരൊക്കെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഒരു സമുദായ സംഘടന സാമുദായികപരമായ ഒരു കാര്യത്തിൽ ഗവൺമെന്റിനൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ നിൽക്കണം. കാരണം ആ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ആ സമുദായ സംഘടന. ഇവിടെ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും കാലാകാലങ്ങളിൽ പാർട്ടി പ്ലീനവും പാർട്ടി കോൺഗ്രസും പാർട്ടി സംസ്ഥാന സമ്മേളനവും പാർട്ടി മറ്റ് സമ്മേളനങ്ങളും ഒക്കെ നടത്തിയ ശേഷം എടുത്തൊരു തീരുമാനമാണ് ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ കൊടുത്ത സത്യവാങ്മൂലം. ആ സത്യവാങ്മൂലത്തിൽ അവർ മാറ്റം വരുത്തിയിട്ടില്ല. അത് മാറ്റം വരുത്തുമെന്ന് പറയേണ്ടവർ ഇന്ന് വരെ പരസ്യമായി തുറന്ന് പറഞ്ഞിട്ടില്ല. NSSനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വാസവൻ മന്ത്രി ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നാണ് NSS പറയുന്നത്. ആ ഉറപ്പ് അവർ തമ്മിലുള്ള ഉഭയകക്ഷി തീരുമാനമായതുകൊണ്ട് അതും നമുക്കറിയില്ല. പറയേണ്ട ആൾ മുഖ്യമന്ത്രി ഇപ്പോൾ ഇതുവരെയും മിണ്ടിയിട്ടുമില്ല. വളരെ വ്യക്തമാണ്. വേണു ആലോചിക്കണം. ശ്രീ ശ്രീകുമാർ, ഒന്നാമതായി അങ്ങ് പറയുന്ന സമീപനം എന്ന് പറയുന്നത് NSSന് എന്തോ ഒരു ഉറപ്പ് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ NSS ഒരു ഉറപ്പിൽ വിശ്വസിക്കുന്നു, ഇനി സർക്കാർ അത് നിർവഹിച്ച് തെളിയിക്കുകയാണ് വേണ്ടത് എന്ന്. അങ്ങനെയല്ല G. സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ പറയാം. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞു. ഈ കേസിൻ്റെ നിലയനുസരിച്ച് അവർക്ക് ഇപ്പോൾ വേണമെങ്കിലും ഈ ആചാരങ്ങൾ തെറ്റിക്കാം ഗവൺമെൻറ്റിന്. അവർ കഴിഞ്ഞ 2 തവണയായിട്ട് അവിടുത്തെ ദർശനത്തിന് പഴയതനുസരിച്ചാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. ആ രീതിയിലാണ് നമുക്ക് താല്പര്യം. അപ്പോൾ നടപ്പാക്കി കഴിഞ്ഞ ഒരു കാര്യത്തിൽ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നായിട്ടാണിപ്പോൾ അതിനെ കാണുന്നത് G. സുകുമാരൻ നായർ. അങ്ങനെയുള്ള അങ്ങയുടെ ഈ അവതരിപ്പിച്ച രീതിയിലുള്ള ഒന്നാമത്തെ അപാകത ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. അങ്ങേക്കിത് ഖണ്ഡിക്കാം. ഇനി രണ്ടാമതായി, വാസവനും പിണറായിയും ഒക്കെ ഇത് രഹസ്യമായി കൊണ്ടുവച്ചിരിക്കുന്നു. ഒരു രഹസ്യ ദൂതുണ്ടായിരിക്കുന്നു വാസവനും G. സുകുമാരൻ നായർ കൊടുത്തിരിക്കുന്ന ഒരു ഉറപ്പ് എന്ന രൂപത്തിൽ. അത് ആ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ടാണ്. അതും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന പ്രതികരണമാണ് അങ്ങയുടേത്. G. സുകുമാരൻ നായർ ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട് സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട് ഒരുറപ്പും ചോദിച്ചിട്ടുമില്ല, തന്നിട്ടുമില്ല എന്ന്. ശ്രീകുമാർ, അങ്ങയുടെ മറുപടി. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഉഭയകക്ഷിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമുക്കറിയാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സമുദായിക നേതാവോ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് വിലയിരുത്തുക? ആ വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനം ഒന്നിൽ അദ്ദേഹം ഒരു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂ, ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം ഇന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ ഹിന്ദു വോട്ട് വേണ്ട, ന്യൂനപക്ഷ വോട്ട് മാത്രം മതിയെന്ന് അങ്ങ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാനൊരു ചോദ്യത്തിന് നൽകിയ ഉത്തരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നെയാണ് എന്ന് പറയുന്നതിന് പകരം അതൊരു ചോദ്യത്തിന് നൽകിയ ഉത്തരമാണ്. അത് വളരെ പ്രസക്തമാണ്. ആൻസർ ടു ദ ക്വസ്റ്റ്യൻ എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറഞ്ഞാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ചില കാര്യങ്ങളൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, കാര്യം നടക്കുമോ എന്നറിയണം. അതായത് അവിടുത്തെ പമ്പയിലത്തെ സംഗമത്തിന്റെ വിലയിരുത്തലിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കാര്യം നടക്കുമോ എന്നറിയണം. അത് നടത്തണമെന്ന് നാമജപ ഘോഷയാത്ര അടക്കമുള്ള കേസുകൾ പിൻവലിക്കണം. അത് പിൻവലിച്ചിട്ടില്ല. ശ്രീകുമാർ, അങ്ങ് വീണ്ടും ഗോൾ പോസ്റ്റ് മാറ്റുകയാണ്. അങ്ങ് ഞാൻ ഈ പറഞ്ഞ 2 കാര്യത്തിന് മറുപടി തന്നിട്ടില്ല. മറുപടി തന്നിട്ടില്ല. ഒന്ന്, അങ്ങ് പറയുക ഒരു മിനിറ്റ് വേണു കേട്ടില്ലല്ലോ. അങ്ങ് കേട്ടോ? കുറഞ്ഞ പക്ഷം ശ്രീ G. സുകുമാരൻ നായർ എന്ത് പറഞ്ഞു എന്നത് അങ്ങേക്കാൾ ശ്രദ്ധയോടെ ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അങ്ങ് പറഞ്ഞ രൂപത്തിലല്ല അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന്. ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്.
ഇന്ന് അല്ല, അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. അങ്ങ് പറഞ്ഞു സർക്കാർ ഇന്ന് ചില പറഞ്ഞ് ഇങ്ങനെ, ഉറപ്പുകൾ അതായത് നൽകിയിട്ടുണ്ട്, അത് വിശ്വസിക്കുകയാണ് ജി സുകുമാരൻ നായർ, ഇനി അത് തെളിയിക്കപ്പെടേണ്ട സ്വഭാവത്തിലുള്ളതാണ് എന്ന്. ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഉദ്ധരിച്ച് പറഞ്ഞു, അങ്ങനെയല്ല. കഴിഞ്ഞ 2 വർഷമായി എന്താണ് അവിടെ നടന്നത്? ഇവർക്ക് അത് തെറ്റിക്കാമായിരുന്നു. തെറ്റിച്ചിട്ടില്ല. വേണു തെറ്റിദ്ധരിപ്പിക്കരുത്. വേണു രണ്ടായിട്ട് ഞാൻ പറഞ്ഞത് അത് എന്റെ അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞാണ്. ആ ഉഭയകക്ഷിത്വ ഉറപ്പ് അതായിരിക്കാമെന്ന്. കാര്യം ഇതാണ്, വിജയമാണോ എന്ന് ഇന്നൊരു പത്രലേഖിക ഇന്ന് അദ്ദേഹം പറഞ്ഞ ഞാൻ പറഞ്ഞു. ഇന്ന് അദ്ദേഹം ഒരു ചാനലിനോട്, ഒരു ന്യൂസ് ചാനലിനോട് അദ്ദേഹത്തിന്റെ ലേഖിക ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് പമ്പാ സംഗമം വിജയമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആളുകളെ ആർക്കും കൊണ്ടിരുത്തി കൂട്ടിയൊക്കെ സമ്മേളനം നടത്താം, അത് ഞാൻ വിലയിരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് കാര്യം നടക്കണമെന്ന് മാത്രമാണ്. കാര്യം നടത്തുന്നതിലാണ് കാര്യം. ഇതാണ് ഇന്നത്തെ NSS ജനറൽ സെക്രട്ടറി അഭിപ്രായം. അല്ല, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ന്യൂസ് ചാനലിന് ഒരു ലേഖകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങീ പറഞ്ഞതുപോലെ പന്തള സംഗമത്തെ പറ്റിയാണ്, അല്ലാതെ പമ്പാ സംഗമത്തെ പറ്റിയല്ല. പന്തള സംഗമത്തെ പറ്റി പറയുമ്പോഴാണ് ആർക്ക് വേണമെങ്കിലും ആളെ കൂട്ടാമല്ലോ, പക്ഷേ കാര്യം നടക്കണമല്ലോ. അങ്ങനെ നടക്കണമെങ്കിൽ അതൊരു സർക്കാർ വഴിയേ നടക്കൂ. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ആയാലും കേരളത്തിലെയും കേന്ദ്രത്തിലെയും പ്രതിപക്ഷമായ കോൺഗ്രസ് ആയാലും എന്താവശ്യപ്പെട്ടാലും അത് നടപ്പാക്കേണ്ടത് ഈ സർക്കാരാണല്ലോ എന്നും കൂടി ജി സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ആ ലേഖകൻ ചോദിച്ചതിന് ജി സുകുമാരൻ നായർ പറഞ്ഞ ഈ ഭാഗം കേട്ടോ ഇല്ലയോ? ഞാൻ കേട്ട കാര്യം ഞാൻ പറഞ്ഞത്. എനിക്ക് വല്ല വേണുനിധിപ്പ അത് NSSന്റെ ജനറൽ സെക്രട്ടറി UDF എതിരായിട്ട് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണു വ്യാഖ്യാനിച്ചോ? പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞ ശ്രദ്ധയോടെ കേൾക്കുക. ഒരു വ്യാഖ്യാനവും വേണ്ട ശ്രീകുമാർ, ഞാൻ അങ്ങനെ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയല്ല. ഒരു വ്യാഖ്യാനവും വേണ്ട. അങ്ങനെയൊക്കെ വരികയാണ്. ഒരു വാചകം ഞാൻ പറയാം. അങ്ങ് ഈ പറയുന്ന കേസുകളുടെയൊക്കെ കാര്യം പറയുന്നുണ്ടല്ലോ, വിശ്വാസികൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന കേസുകൾ എന്നൊക്കെ പറയുന്ന കാര്യം. ആ വിശ്വാസികൾ നടത്തിയ നാമജപ ഘോഷയാത്രയുടെ ഭാഗമായിട്ടാണല്ലോ ഈ കേസ് വന്നത്. ആ നാമജപ ഘോഷയാത്രയിലേക്ക് ഓടിക്കയറി വന്നു എന്നാണ് കോൺഗ്രസിന് നൽകിയിരിക്കുന്ന വിശേഷണം. ജി സുകുമാരൻ നായർ ഓടിക്കയറി വന്നു എന്ന്. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്ന് കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് പിണറായി ഗവൺമെന്റിനെ പ്രശംസിക്കാതെ പിണറായി ഗവൺമെന്റിന്റെ ശബരിമല വിഷയത്തിലെ അദ്ദേഹം നിലപാട് കൃത്യമായിട്ട് പിണറായി ഗവൺമെന്റിനെ അനുകൂലമായി പറഞ്ഞിട്ടുണ്ട്. വിഷയാധിഷ്ഠിതം രാഷ്ട്രീയ നിലപാടല്ല, സാമുദായിക നിലപാടാണ്. രാഷ്ട്രീയ നിലപാട് സമദൂര സിദ്ധാന്തമാണ്. NSSൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകളും BJPയും ഉണ്ട്. അതുകൊണ്ടാണ് സമദൂര സിദ്ധാന്തം എന്ന് പറഞ്ഞത്. NSSന്റെ നിലപാട് എന്ന് പറയുന്നത്, സമദൂരം എന്ന നിലപാട് എന്ന് പറയുന്നത്, ആ നിലപാട് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ഈ കക്ഷി ഘടകങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇവിടുത്തെ പോലീസ് പ്രവർത്തനത്തെക്കുറിച്ചോ, ഇവിടുത്തെ പിൻവാതിൽ നിയമനത്തെക്കുറിച്ചോ, ഇവിടുത്തെ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർച്ചയെക്കുറിച്ചോ, ഇവിടുത്തെ പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ചോ, ഇവിടുത്തെ മറ്റ് ജനകീയ വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇടപെടാത്തതിനെ കുറിച്ചോ ഉള്ള ചോദ്യങ്ങൾക്കല്ല സുകുമാരൻ നായർ ഉത്തരം പറഞ്ഞത്. അക്കാര്യത്തിൽ ഗവൺമെന്റിനെ, പോലീസ് നടപടിയിൽ ഗവൺമെന്റിനെ പിന്താങ്ങുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തുള്ളതിനെ പിന്താങ്ങുന്നില്ല. അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലും, അതായത് ജനകീയ വിഷയങ്ങളിൽ, ഗവൺമെന്റ് എടുക്കുന്ന വിഷയങ്ങളിൽ, പിൻവാതിൽ നിയമനങ്ങളിൽ ഒന്നും അദ്ദേഹം ഗവൺമെന്റ് അനുകൂലമായി പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശബരിമല വിഷയത്തിൽ ഗവൺമെന്റ് എടുത്ത നിലപാടാണ്. അത് സുകുമാരൻ നായർ പറഞ്ഞത് ശരിയാണ്. ഞാനത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നില്ല. ആ സമുദായ നിലപാട് രാഷ്ട്രീയ നിലപാടല്ല. അങ്ങ് പ്രതികരിച്ചു തുടങ്ങിയപ്പോഴുള്ള പ്രയോഗം നല്ല പ്രയോഗമാണ്. ഒരു കാലിക വിഷയത്തിലെ താൽക്കാലിക നിലപാട് എന്നത് അങ്ങ് പറയുന്നു. സാമുദായിക വിഷയമാണ് ഒരു സമുദായ സംഘടനയുടെ നേതാവ് നിലയിൽ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു. ശരി, ഇതൊക്കെ ഒരു വാദത്തിന് അംഗീകരിച്ചാലും ഇതൊരു സാമുദായിക വിഷയമാണ്. ഇപ്പോൾ കസ്റ്റഡി മർദ്ദനത്തെ പറ്റി അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ, വ്യത്യസ്ത അഭിപ്രായമായിരിക്കുമെന്ന് അങ്ങ് പറയുന്നു. കസ്റ്റഡി മർദ്ദനത്തെ പറ്റി ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് മാത്രമാണ് വിഷയമായി ചോദിച്ചിരിക്കുന്നത്. ഇനി അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് ഒരു കാര്യം സുവ്യക്തമാണ്. അങ്ങ് പറയുന്നത് പോലെ അതൊരു സാമുദായിക വിഷയത്തിലെ പ്രതികരണം മാത്രമാണ് എങ്കിൽ കോൺഗ്രസിലെ 2 നേതാക്കന്മാരുടെ അഭിപ്രായ പ്രകടനം ഞാൻ പറയാം. ഒന്ന് രമേശ് ചെന്നിത്തലയും ഒന്ന് കെ മുരളീധരനുമാണ്. രമേശ് ചെന്നിത്തല ചോദിക്കുന്നു, ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടായിട്ടുണ്ടല്ലോ, അത് പരിഹരിക്കാൻ NSS നേതൃത്വവുമായി ആശയവിനിമയം നടത്തുമോ? ചെന്നിത്തല പറയുകയാണ്, സമയമുണ്ടല്ലോ, ചെയ്യും. കെ മുരളീധരൻ പറയുകയാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കുന്നു, അത് പരിഹരിക്കാൻ നേതൃത്വം ഇടപെടും. ഒരു സാമുദായിക വിഷയമാണെങ്കിൽ പിന്നെ എന്തിനാണെന്നേ രമേശും ഈ പറയുന്ന കെ മുരളീധരനും പെരുന്നയും അനുനയിപ്പിക്കാനുള്ള ചർച്ചയുടെ സാധ്യതകൾ തുറന്നു വയ്ക്കുന്നത് അവരുടെ പ്രതികരണത്തിലൂടെ? വേണു, അതൊരു നല്ല ചോദ്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ
1959 മുതൽ ഈ വിമോചന സമരത്തിൽ NSSന്റെ നിലപാടെ ആക്ഷേപിച്ചവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകൾ. അത് അന്ന് തൊട്ട്, അതായത് അക്കാലത്തെ മന്നത്ത് പത്മനാഭനിലൂടെ, കളത്തിൽ വേലായുധൻ നായരിലൂടെ, കിടങ്ങൂർ ഗോപാലകൃഷ്ണ പിള്ളയിലൂടെ, PK നാരായണ പണിക്കരിലൂടെ കേരളം കണ്ട NSSന്റെ രാഷ്ട്രീയ നിലപാട് എന്തായിരുന്നു, NSS രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി NDPയുടെ നിലപാട് എന്തായിരുന്നു, അത് ഏത് മുന്നണിയിലായിരുന്നു, ഇതൊക്കെ അറിയുന്നത് കൊണ്ട് ഇതൊരു കോൺഗ്രസിനോട് താല്പര്യമുള്ള, UDFനോട് താല്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണെന്നുള്ള ഒരു തോന്നൽ പൊതുവേ ഉണ്ട്. തോന്നലല്ല, ചില സമയത്ത് യാഥാർത്ഥ്യവുമാണ്. 2021 തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്ത് കഴിഞ്ഞ് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അത് ഇടതുമുന്നണിക്കെതിരായിരുന്നല്ലോ. CPM-കാർ അദ്ദേഹത്തെ അന്ന് വല്ലാതെ ആക്ഷേപിച്ചു. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് മുരളീധരനായാലും ചെന്നിത്തലയായാലും പറഞ്ഞിട്ടുണ്ടാവുക. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, NSSന് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിന്റെ ചില നേതാക്കളുടെ സമീപനവും നേതാക്കളോടുള്ള സമീപനത്തിന്റെ ഭാഗമാണ്. അതൊന്നും രഹസ്യമല്ല. ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ അടുത്ത ഈ ഒരു കാര്യത്തിലുള്ള നിലപാടിനെ പിന്തുണയ്ക്കുക വഴി തീർച്ചയായിട്ടും NSS ആഗ്രഹിക്കുന്ന UDFുമായിട്ട് നല്ല ബന്ധം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു മറുസൂചന കൂടിയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അറിഞ്ഞത് UDFന്റെയോ കോൺഗ്രസിന്റെയോ ഒരു പ്രതിനിധി സംഘം NSSന് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് നീക്കാനായിട്ട് പെരുന്നയിൽ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു നിലപാടിന്റെ പേരിൽ, ഈ ഒരു ശബരിമല വിഷയത്തിന്റെ പേരിൽ NSS പറഞ്ഞ അഭിപ്രായം ഞങ്ങൾക്കുള്ള പിന്തുണയാണ്, ഞങ്ങളിതാ മൂന്നാം ഭരണത്തിലേക്ക് എത്തിയെന്ന് CPM സ്വപ്നം കാണുകയാണെങ്കിൽ ആ സ്വപ്നം അവർ കണ്ടോട്ടെ, ഒരുപാട് കണ്ടോട്ടെ. വാസവൻ മന്ത്രി എന്ന് ശ്രീ ബിജു, പക്ഷെ ശ്രീ നിതിൻ കണിച്ചേരി, എനിക്ക് തോന്നുന്നതാണോ അതോ അങ്ങേക്കും ഇങ്ങനെ ഒരു ബോധ്യമുണ്ടോ? ശ്രീ N ശ്രീകുമാറിനെ പോലെ ആദരണീയനായ ഒരു അതിഥി ഈ വിഷയം സംസാരിക്കുമ്പോൾ നിരന്തരമായി ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതൊരു സാമുദായിക വിഷയം, വിശ്വാസവുമായി ബന്ധപ്പെട്ട മാത്രം വിഷയമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എത്തിച്ചേർന്ന എവിടെയാണ്? ഞങ്ങൾ നിർബന്ധമായും പെരുന്നയിൽ പോകും, പെരുന്നയിൽ പോയി രാഷ്ട്രീയമായി വിശ്വാസത്തിലെടുക്കും എന്ന് പറഞ്ഞല്ലേ അദ്ദേഹം അവസാനിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പോൾ എവിടെയാണ് പറഞ്ഞു തുടങ്ങുന്നത്, എവിടെയാണ് അദ്ദേഹം എത്തുന്നത്? ഇത് അനൂപിന് മാത്രമുള്ള ആശയക്കുഴപ്പമല്ല. അപ്പോൾ ശ്രീ നിതിൻ, നോക്കൂ, ഞാനത് പറഞ്ഞല്ലോ, അത് അനൂപിൻ്റെയോ ശ്രീ N ശ്രീകുമാറിൻ്റെയോ അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ അനൂപിൻ്റെയോ മാത്രമല്ല. ഈ പ്രശ്നം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനാകെയുണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ കേരളത്തെ സംബന്ധിച്ച് എടുക്കുന്ന നിലപാടുകൾ അങ്ങേയറ്റത്ത് അപകടകരമായ നിലപാടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറെക്കാലമായി എടുക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലയിലുള്ള ചർച്ചയല്ലല്ലോ നടക്കുന്നത്. കേവലമായ അധികാരത്തിന് വേണ്ടി ആ അധികാരത്തിൻ്റെ സ്ഥാനങ്ങളിലെത്താൻ എന്താണ് വഴി, അതാണ് ഇവർ രാഷ്ട്രീയത്തെ കാണുന്നത്. അതാണ് ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം. എന്താ? അതുകൊണ്ടാണ് ശ്രീ N ശ്രീകുമാർ പറയുന്നത് മറ്റു വിഷയങ്ങളിലുള്ള അഭിപ്രായ പ്രകടനമല്ല, തീർത്തും വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു സാമുദായിക സംഘടന നടത്തിയ അഭിപ്രായ പ്രകടനം മാത്രമാണ്. ആ വിഷയത്തിൽ സർക്കാരിനെ വിശ്വസിക്കുക തന്നെയാണ് വേണ്ടത് ആ സംഘടന എന്നും ശ്രീ ശ്രീകുമാർ പറയാണ്. അതിനുള്ള മറുപടി നോക്കൂ, ശ്രീ സുകുമാരൻ നായർ അങ്ങനെ എല്ലാ രാഷ്ട്രീയ വിഷയത്തിലും അഭിപ്രായം പറയുന്ന ഒരാളാണോ കേരളത്തിൽ? ശ്രീ N ശ്രീകുമാർ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തനം കൂടിയാണല്ലോ. ശ്രീ സുകുമാരൻ നായർ എത്രയോ കാലമായി കേരളത്തിലുണ്ട്. ഈ വിഷയങ്ങൾ അദ്ദേഹത്തിന് പോയി ചോദിക്കാമായിരുന്നല്ലോ, ഒരു ഇൻ്റർവ്യൂ എടുക്കാമായിരുന്നല്ലോ, എന്താണ് നിലപാടുകളെന്ന്. ഇപ്പോൾ ഉയർന്നു വന്ന, ഞാൻ അതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ്റെ സർക്കാർ പോകുന്നത് ശരിയായ ദിശയിലാണ്, ശരിയായ മുന്നോട്ട് പോക്കാണ്. ആ മുന്നോട്ട് പോക്കിൽ കേരളത്തിൽ NSS അഭിപ്രായം പറയേണ്ട സമയത്ത് NSS പറയുന്നു, ഈ സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഈ സർക്കാർ ശരിയായ രൂപത്തിലാണ് പോകുന്നത്. അത് NSSും SNDPയും അതുപോലെയുള്ള കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട സംഘടനകളും നേതൃത്വവുമെല്ലാം ആ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആ നിലപാടുകളിൽ, ഇവരൊക്കെ എടുക്കുന്ന നിലപാടുകളിൽ കോൺഗ്രസിന് അങ്കലാപ്പുണ്ടാവുന്നതുകൊണ്ടാണ്. താങ്കൾ തന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ അതുണ്ടായിരുന്നല്ലോ, പെരുന്നയിൽ ഞങ്ങൾ പോകും, ഞങ്ങൾ പോയി വിശ്വാസത്തിലെടുക്കാൻ ശ്രമിക്കും എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം പറയുന്നത്. ഇനി അങ്ങനെ NSSൻ്റെ ആസ്ഥാനത്തേക്ക് പോയി എന്തെങ്കിലും പറഞ്ഞ് രാഷ്ട്രീയമായി ഇവർക്ക് ഏതെങ്കിലും പിന്തുണ കിട്ടുമെന്നാണോ ഇവർ കരുതുന്നത്? അങ്ങനെയുള്ളൊരു പ്രസ്ഥാനമായിട്ടാണോ NSSനെ കേരള സമൂഹം വിലയിരുത്തിയിട്ടുള്ളത്? അങ്ങനെ പോയിട്ടുള്ള ആളുകളുടെ അനുഭവമുണ്ടല്ലോ. നേരത്തെ BJPയുടെ നേതാവൊക്കെ ആയിരുന്ന ശ്രീ സുരേഷ് ഗോപി പോയ അനുഭവമുണ്ടല്ലോ. കോൺഗ്രസിൻ്റെ നേതാക്കൾ എങ്ങനെയാണ് ശ്രീ സുകുമാരൻ നായർ വിശേഷിപ്പിച്ചിരുന്നത്? VT ബലറാമിനെ പോലെയുള്ള ആളുകൾ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വിമർശിക്കേണ്ടി വന്നേക്കാം. വിമർശനത്തിനും ഒരു ജനാധിപത്യ സ്വഭാവം ഉണ്ടാകണം, രൂപമുണ്ടാകണം.
കോൺഗ്രസിന്റെ നേതൃത്വം അതല്ല ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ രാഷ്ട്രീയമില്ലായ്മയാണ്, നിലപാടില്ലായ്മയാണ്. നിലപാടില്ലാത്തത് കൊണ്ടാണ് ശ്രീ എൻ ശ്രീകുമാറിനാണെങ്കിലും അനൂപിനാണെങ്കിലും ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഗോൾ പോസ്റ്റുകൾ മാറ്റി മാറ്റി പോകേണ്ടി വരുന്നത്. അത് കേരളത്തിന്റെ സമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ ബിജു നായർ, ഇവിടെ ജി സുകുമാരൻ നായർ കണക്കറ്റ് പ്രഹരിച്ചിരിക്കുന്നത് അങ്ങേക്ക് അറിയുന്നത് പോലെ കോൺഗ്രസിനെ മാത്രമല്ല BJP-യെയുമാണ്. പ്രത്യേകിച്ച് CPM-ഉം BJP-യുമായി ഒരു താരതമ്യം കൂടി അർഹിക്കുന്നുണ്ട്. ഒരു കൂട്ടർ കേന്ദ്രത്തിൽ ഭരിക്കുന്നു, മറ്റൊരു കൂട്ടർ സംസ്ഥാനത്തും ഭരിക്കുന്നു. അപ്പോൾ അധികാരമുള്ള രണ്ട് സ്ഥലങ്ങളിൽ അധികാരമുള്ള രണ്ട് കൂട്ടർ ഈ വിഷയത്തിൽ എന്ത് സമീപനമെടുത്തു എന്നതിൻ്റെ ഉരകല്ലാണ് ജി സുകുമാരൻ നായരുടെ പ്രതികരണം. BJP ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. BJP-യുടെ കയ്യിൽ ഗവൺമെൻറ് ഇല്ലായിരുന്നോ? അവർ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞു നമ്മളെ സമാധാനിപ്പിക്കാൻ, ഒന്നും ചെയ്തില്ല. എന്താ BJP-ക്ക് ഉണ്ടാകേണ്ട മറുപടി? അല്ല, ഇവിടെ ഇപ്പോൾ ഞാൻ പിണറായി സർക്കാർ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തെ വളരെ സഹതാപത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം 5 വർഷം ഭരിച്ചു, അതിനുശേഷം വീണ്ടും ഒരു 5 വർഷം കൂടെ കിട്ടി. എന്നിട്ട് തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ തങ്ങൾ എന്തൊക്കെയാണ് ഭരണത്തിലിരുന്നപ്പോൾ നേടിയെടുത്തത് എന്നുള്ള ഭരണ നേട്ടങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ഒരു അയ്യപ്പ ആഗോള സംഗമം നടത്തിയിട്ട് അതിൻ്റെ പേരിൽ സമുദായ സംഘടനകൾ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചേ, അങ്ങനെ ഞങ്ങൾ മൂന്നാമതും തുടർഭരണത്തിലേക്ക് വരികയാണേ, BJP-യെയും കോൺഗ്രസിനെയും സമുദായ സംഘടന നേതാക്കൾ തള്ളിക്കളഞ്ഞേ, വിമർശിച്ചേ എന്നൊക്കെ പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ ഇന്നത്തെ ആവശ്യം എന്താണ്? ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്? എങ്ങനെയുള്ള സർക്കാരാണ് കേരളത്തിൽ ഇനി അധികാരത്തിലേക്ക് വരേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും യാതൊരു ചർച്ചയും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ. മാത്രവുമല്ല, അയ്യപ്പ സംഗമത്തെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ വളരെ കൃത്യമായി തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന സത്യവാങ്മൂലം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഒരു വിധി നേടിയെടുത്തത് തന്നെ സുപ്രീം കോടതിയിൽ ചെന്ന് 50 സ്ത്രീകളെ അടക്കം ഞങ്ങളവിടെ കയറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു റിവ്യൂ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വാദഗതികൾ അവതരിപ്പിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്തത്. ഇന്നും ആ സത്യവാങ്മൂലത്തിൽ അവർ എവിടെ നിൽക്കുകയാണ് എന്ന് ആരോടും അവർ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അവരുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് ഇന്നിവിടെ സംസാരിച്ച CPM പ്രതിനിധി ഒരു വാക്കുപോലും സംസാരിച്ചിട്ടുമില്ല. അവർക്ക് സംസാരിക്കാൻ പറ്റുകയുമില്ല. കാരണം അവരിത് കൊണ്ടുവന്നത് തന്നെ ഇലക്ഷന് വേണ്ടി മാത്രമാണ്, സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടി മാത്രമാണ്. അത് പരാജയപ്പെട്ടപ്പോൾ അവർക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ലാതെ അവരവരുടെ നിലപാട് തിരുത്തുകയാണ് ഉണ്ടായത്. എന്നിട്ട് വലിയ ഗോ വിളികളുമായി ഇന്നവർ വിജയം പിടിച്ചു വാങ്ങുവാൻ ശ്രമിക്കുകയാണ്. പക്ഷെ സംഭവിക്കുന്നത് എന്താണ്? BJP അവരുടെ പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അയ്യപ്പ വിശ്വാസികളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്ത് അറ്റം വരെയും പോകും. അതിപ്പോ കോടതി വഴി പരാജയപ്പെടുകയാണെങ്കിൽ അതിന് നിയമനിർമ്മാണം നടത്തുവാൻ പോലും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് അവർ വളരെ വ്യക്തമാക്കി മുന്നോട്ട് വച്ചിരിക്കുന്ന നിലപാട്. വേറെ ഒരു പാർട്ടി. ബിജു നായർ, അത് ശരിയാണ് അങ്ങ് പറഞ്ഞത്. അതേപറ്റിയുള്ള ജി സുകുമാരൻ നായരുടെ വാചകങ്ങൾ ഇതാണ്: മറ്റ് 2 പാർട്ടികളും ഒന്നും ചെയ്തില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ അന്നത്തെ പ്രതിനിധിയായിരുന്ന V മുരളീധരൻ അന്ന് പറഞ്ഞതാ, ഞങ്ങൾ അതിന് നിയമം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എവിടെ പോയി? വല്ലതും നടന്നോ? ഇവിടെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് പഴയ രീതിയിലുള്ള ആചാര സംരക്ഷണവുമായിട്ടാണ് ശബരിമലയിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് NSS ആദ്യമായി നാമജപ ഘോഷയാത്രയുമായി മുന്നോട്ട് വന്നപ്പോൾ അവരുടെ ഒപ്പം കൂടാൻ സംഘപരിവാർ സംഘടനകൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഇന്ന് തന്നെ എത്രയധികം കേസുകൾ ഉണ്ട്, കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇന്ന് K മുരളീധരൻ പറയുകയായിരുന്നു അദ്ദേഹത്തിനും ഉമ്മൻചാണ്ടിക്കും ഒക്കെ എതിരെ. ഇന്ന് ചെന്നിത്തല പറയുകയായിരുന്നു ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും ഒക്കെ എതിരെ ഈ പറയുന്ന വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായി തെരുവിലിറങ്ങിയതിന് കേസുണ്ട്. ഉമ്മൻചാണ്ടി മരിച്ചുപോയി, എന്നിട്ടും ആ കേസ് പിൻവലിച്ചിട്ടില്ല എന്ന്. ഉമ്മൻചാണ്ടി രമേശ് ഞങ്ങളുടെയൊക്കെ അറിവിൽ സംഘപരിവാറുകാരല്ല. അല്ല, പക്ഷെ ഞാൻ പറയുന്നത്, ഇതിപ്പോ ഒരാളുടെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള വളരെ വൈകല്യമുള്ള ന്യായം മുന്നോട്ട് വയ്ക്കുന്ന താങ്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരാളുടെ പേര് പറഞ്ഞു, 2 പേരുടെ പേര് പറഞ്ഞു. അതല്ല, ഭൂരിപക്ഷം കേസുകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. സംഘപരിവാറുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടി,
തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട വരെ പദയാത്ര കെ മുരളീധരൻ, കൊടിക്കുന്നിൽ സുരേഷിന്റെ പദയാത്ര, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പദയാത്ര, ഷാനിമോൾ ഉസ്മാനും കെ സുധാകരനുമായുള്ള വാഹന ജാഥകൾ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഒറ്റയ്ക്ക് പോയതല്ല, ഒരു കൂട്ടമായിട്ടാണ് പോയത്. അവിടെ മുരളീധരന് മാത്രം ഒരു കേസ്, അങ്ങനെയാണോ അങ്ങ് കാണുന്നത്? അല്ല. വേണു, താങ്കൾ ഇന്നിപ്പോ ഇവിടെ പറയുകയാണ് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ അനുഭാവികളും പ്രവർത്തകരെയും കൂടുതൽ കേസുകൾ ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് എന്ന് താങ്കൾ ഇവിടെ വളരെ വ്യക്തമായി പറയുവാൻ ഞാൻ കേസിന്റെ എണ്ണമെടുത്തല്ല പറഞ്ഞത്. അങ്ങൊരു വാചകം പറഞ്ഞു. എണ്ണമെടുക്കാൻ പറ്റില്ല, കാരണം എണ്ണമെടുത്താൽ താങ്കൾ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയുന്നത് വളരെ കൃത്യമാണ്. സംഘപരിവാറുകാർ മാത്രമാണ് നാമജപ ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നത് എന്നങ്ങ് പറഞ്ഞു. കോൺഗ്രസുകാരുടെ പേരേ പറഞ്ഞില്ല. അങ്ങ് ചർച്ച തുടങ്ങുമ്പോൾ പറഞ്ഞു NSS രണ്ടു കൂട്ടരെയുമാണ് വിമർശിച്ചതെന്ന്. പക്ഷേ കേസുകളുടെ കാര്യം വന്നപ്പോൾ സംഘപരിവാറിന്റെ പേര് മാത്രമേ അങ്ങ് പറഞ്ഞിട്ടുള്ളൂ. അതെ, ഇപ്പം ഞാനൊരു സംഘപരിവാർ അനുകൂലിയാണ്, അനുഭാവിയാണ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞത്, താങ്കൾ കോൺഗ്രസിന്റെ ഭാഗവും വിശദമാക്കുവാൻ വേണ്ടി മുന്നോട്ട് വെച്ച വാദത്തെ ഖണ്ഡിക്കുവാൻ ഇന്ന് എൻ്റെ കയ്യിൽ ഡേറ്റാ പോയിന്റ്സ് ഇല്ല. അതുകൊണ്ട് അത് വലിയ വിഷയവുമല്ല. സംഘപരിവാറുകാരുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത് എന്നതുകൊണ്ട് ഞാൻ വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നത്, തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കും എന്നുള്ള രീതിയിൽ മുന്നിട്ടിറങ്ങിയത് BJP ആണ്, സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളത് ആർക്കും മറച്ചു പിടിക്കുവാൻ സാധ്യമല്ല. അത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ഒന്നും ചെയ്തിട്ടില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ, അത് ആരോ ആയിക്കോട്ടെ, ആര് പറഞ്ഞാലും അത് സത്യമല്ല എന്നുള്ളത് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഇനി വിശദീകരണം ആവശ്യമില്ല. എന്തുദ്ദേശത്തിൽ വന്നു? ഇപ്പൊ നാമജപ ഘോഷയാത്രയിലാണല്ലോ നിങ്ങളെല്ലാം പങ്കാളിയായത്. അത് തുടങ്ങി വെച്ചത് NSS ആണല്ലോ 2018 ഒക്ടോബർ 2-ന്. ആ NSSകാർ നിങ്ങളുടെ പങ്കാളിത്തത്തെ എങ്ങനെ കാണുന്നു എന്ന് കേട്ടോളൂ. ഇന്നലത്തെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ ഇന്റർവ്യൂവിൽ പറയുന്നതാണ്. വെൻ ദ സുപ്രീം കോർട്ട് ഗേവ് ഇറ്റ്സ് വേർഡിക്ട് ഓൺ വിമൻസ് എൻട്രി, NSS alone launched a protest in the form of Namajapa processions. Congress and BJP did not join it at the time. They only joined later after they realized that believers were participating en masse. അപ്പോൾ കൂടിയതിൻ്റെ കാരണം എന്തായിരുന്നു, അതിൻ്റെ ലാക്ക് എന്തായിരുന്നു എന്നാണ് സുകുമാരൻ നായർ വിളിച്ചു പറയുന്നത്. അതിൻ്റെ ലാക്ക് എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു തരാം. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യം, സംഘപരിവാറിലെ തന്നെ തലമുതിർന്ന നേതാക്കൾ സ്ത്രീ പ്രവേശനം ആകാം എന്ന് എഡിറ്റോറിയൽ വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ സംഘടന, ഒരേ ശബ്ദം എന്നുള്ളതല്ല, ജനങ്ങളുടെ ശബ്ദത്തോടൊപ്പം നിൽക്കുക, ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി തെരുവിലിറങ്ങേണ്ടി വന്നാൽ അത് ചെയ്യുക, അത് വിജയിപ്പിച്ചെടുക്കുക, അതാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ NSSനെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. അവരാണ് ഏറ്റവും ആദ്യം ഈ ഒരു വിഷയത്തിൽ തെരുവിലിറങ്ങിയത്. വികാരമുള്ള വിശ്വാസികളുടെ ആ ഒരു ആവേശം അവരാണ് മുന്നോട്ട് വച്ചതെങ്കിൽ അവരെ അഭിനന്ദിക്കുക തന്നെയാണ്. പക്ഷേ അതിന് ഒരു ഫലപ്രാപ്തി ഉണ്ടാക്കുവാൻ കൂടെ ആരൊക്കെ വന്നു എന്നുള്ളതിൽ സംഘപരിവാറിനും അതിൻ്റെതായ സ്ഥാനമുണ്ടെന്ന് ആർക്കും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിൽ വ്യക്തമായ തെളിവുകളുണ്ട്. മാത്രവുമല്ല, പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ഇത് BJPക്കൊരു വലിയ ഇഷ്യൂ തന്നെയാണ് എന്നുള്ള കാര്യത്തിലും ആർക്കും യാതൊരു സംശയവും വേണ്ട. മറ്റാർക്കും, മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടുവാൻ സാധിക്കാത്ത ഒരു വിശേഷതയാണത്, ഒരു സവിശേഷതയാണത്. അത് ഇവിടെ ആരും മറന്നു പോകരുത്. ശ്രീ VR അനൂപ്, ഇവിടെ സുകുമാരൻ നായർ കോൺഗ്രസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള അങ്ങയുടെ മറുപടി എന്താണ്? കോൺഗ്രസിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഒരു കാര്യവും ചെയ്യാനുള്ള കഴിവില്ല. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ നാമജപ ഘോഷയാത്രയിലേക്ക് ഓടിക്കയറി വന്നവരാണ് കോൺഗ്രസുകാർ. അങ്ങയുടെ മറുപടി? അല്ല, അതിലേക്ക് വരാം. അതിനു മുമ്പ് അങ്ങ് ആശയ വ്യക്തത ഇല്ല എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ വിശദമാക്കേണ്ടതുണ്ട്. ഈ സുകുമാരൻ നായർക്കോ മറ്റേതെങ്കിലും സമുദായ സംഘടന നേതാവിനോ ഡയറക്റ്റായി മറുപടി പറയാൻ ഒരു മടിയുമുള്ളത് കൊണ്ടല്ല. പക്ഷേ ഞാനത് പറയാൻ, അങ്ങ് തന്നെ പറഞ്ഞു NSSുമായി ദ്വേഷബന്ധം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതെന്ന് പറയുന്നത് ചരിത്ര വിരുദ്ധതയാണെന്നേ. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടാണ് NSSുമായി തെറ്റുന്നത്. 1957 ഗവൺമെന്റ് വരുന്നത് NSSന്റെ കൂടി പിന്തുണയോടെയാ. അന്നത്തെ ഗോവിന്ദൻ നായർ ഗവൺമെന്റ് താഴെ വീഴുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് എന്ന് പറഞ്ഞാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത്.
അല്ല, അതിനു മുമ്പ് 59 മുമ്പാണല്ലോ 57 ഗവൺമെന്റ് വരുന്നതിൽ NSSന്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് തർക്കമില്ല. അല്ല, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 59 തൊട്ടാണ് പറഞ്ഞത്. ആ കാര്യത്തിൽ ഇന്നും CPM നിലപാട് അങ്ങനെ തന്നെയാണ് കേട്ടോ അനൂപേ. ആ കാര്യത്തെ പറ്റിയുള്ള CPM നിലപാട് ഇന്നും അങ്ങനെ തന്നെയാണ്. അത്രേ ഞാൻ പറഞ്ഞോളൂ. ഇവിടെ ഞങ്ങള് കോൺഗ്രസ്, പിന്നെ ഇവിടെ CPMന്റെ പ്രതിനിധി പറഞ്ഞത് എന്താ, ഞങ്ങളൊക്കെ സമുദായ സംഘടനാ നേതാക്കന്മാരോട് ജനാധിപത്യപരമായി സംസാരിക്കുന്ന ആളുകളാണ്. ആശയപരമായി വിയോജിപ്പുകൾ ജനാധിപത്യപരമായി പ്രകാശിപ്പിക്കുന്ന ആളുകളാണ്. മത്തായി ചാക്കോയുടെ അന്ത്യകൂദാശ വിവാദത്തിൽ ഇതുപോലെ മാന്യൻ എന്ന് നമ്മൾ കരുതുന്ന ഒരാൾ നികൃഷ്ട ജീവിയാണ് എന്ന് ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞു. നിന്ദ്യമായ ഭാഷയിൽ അദ്ദേഹത്തെ സംസാരിച്ചു. ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ ഭക്തനാണെന്ന് പറഞ്ഞിട്ടും ഒരക്ഷരം മിണ്ടുന്നില്ല വേണു. അപ്പൊ ഇവരുടെ ഇരട്ടത്താപ്പ്, വെള്ളാപ്പള്ളി നടേശൻ ഒരു നീതി, ഈ ബിഷപ്പിന് വേറെ നീതി. അപ്പൊ ഇവര് സാഹചര്യം അനുസരിച്ച് ഏതൊക്കെ സമുദായ നേതാക്കന്മാരോട് എങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പോ വേണുവും CPMന്റെ പ്രതിനിധിയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഗോൾ പോസ്റ്റ് മാറുന്നു എന്നാ. ഇവിടെ ഗോൾ പോസ്റ്റ് മാറിയത് ആരാ? ചില ക്രൈം ത്രില്ലറുകളിൽ ആദ്യ പകുതിയിലെ വില്ലൻ രണ്ടാം പകുതിയിൽ നായകനാക്കുന്നത് പോലെ ആദ്യ പകുതിയിൽ ഇവരുടെ ബിന്ദു അമ്മണിയെ പ്രൊജക്ട് ചെയ്ത ആളുകൾ അവസാന പകുതിയിൽ കാണുമ്പോൾ യോഗി ആദിത്യനാഥിനാ. ഇവരാണല്ലേ നിലപാട് മാറ്റിയത്. കോൺഗ്രസിനെ സംബന്ധിച്ച നിലപാടിൽ ഒരു കൃത്യതയുണ്ട്, തുടർച്ചയുണ്ട്. ഇവിടെ സംഘപരിവാറിന്റെ ആൾ പറയുന്നു ഞങ്ങൾ ഇത് സ്വീകരിച്ചു എന്നൊക്കെ പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, കോൺഗ്രസ് UDF ഒരു കേരളത്തിൽ സംഘപരിവാറിനേക്കാൾ വലിയ രാഷ്ട്രീയ മുന്നണിയാണല്ലോ കോൺഗ്രസും UDF-ഉം. കോൺഗ്രസ് എടുത്ത നിലപാട് എന്താ? നേരത്തെ പറഞ്ഞ പോലെ ആദ്യഘട്ടത്തിൽ ഞങ്ങളും രാഹുൽ ഗാന്ധി അടക്കം ലിംഗനീതിയുടെ വിഷയം എന്നൊക്കെ പറഞ്ഞപ്പോഴും പിന്നീട് ഈ വിശ്വാസികൾ സമം സംഘപരിവാർ എന്ന് തീർമെഴുതി കൊടുക്കാൻ പാടില്ല. എല്ലാ വിശ്വാസികളുടെ സംഘികളായി കാണുന്നത് അവസാനത്തെ വിശ്വാസിയും അഡ്രസ് ചെയ്യണം. വിശ്വാസികളെ സംഘപരിവാറുമായി സമീകരിക്കരുത് എന്നുള്ള രാഷ്ട്രീയ ഇവിടെ കൃത്യമായി ആദ്യം ഈ പറയുന്ന വലിയ ഞങ്ങളൊക്കെ പിന്തിരിപ്പന്മാർ, അവരാണ് പുരോഗമനകാരികളെന്ന് പറഞ്ഞ ആളുകൾ വളരെ കൃത്യമായി നിലപാട് മാറ്റിയില്ലേ. ഞങ്ങളെ സംബന്ധിച്ച് SNDP ആയാലും NSS ആയാലും ഞങ്ങളെ എതിർത്തിട്ടുമുണ്ട്, ഞങ്ങളെ അനുകൂലിച്ചിട്ടുണ്ടെന്നേ. ഞങ്ങളുടെ അജണ്ട തീരുമാനിക്കുന്നത് സമുദായ സംഘടനകളല്ല. ഞങ്ങൾ പിന്നെ ഈ പറയുന്ന സുകുമാരൻ നായർ ഞങ്ങളെ എതിർത്താൽ, അല്ലെ വെള്ളാപ്പള്ളി നടേശൻ ഞങ്ങളെ എതിർത്താൽ, കോൺഗ്രസ് എല്ലാ കാലത്തും മിതമായ ഭാഷയുടെ മറുപടി പറയാറുള്ളൂ. അതിന്റെ അർത്ഥം ഞങ്ങളുടെ അജണ്ട ഏതെങ്കിലും സമുദായ സംഘടനകൾ തീരുമാനിക്കാൻ ഞങ്ങൾ നിന്നു കൊടുക്കുമെന്നല്ല. ഇപ്പൊ CPMനെ സംബന്ധിച്ച് എന്താ, കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷം ജനിപ്പിക്കുന്ന ഒരാളെ CPM ഇവിടെ കേരളത്തിനകത്ത് ഒരു ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. ഇവിടെ കൃത്യമായി മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് എല്ലാവിധ ആനുകൂല്യവും എന്ന് വളരെ മ്ലേച്ഛമായ ഭാഷയിൽ വെള്ളാപ്പള്ളി പറയുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഹിന്ദു സംഘടനകളെ ഒരു ഹിന്ദു ഏകീകരണത്തിനാണ് ഇവിടെ ഈ CPM ശ്രമിക്കുന്നത്. ശരീരത്ത് വിവാദ കാലത്ത് EMS കേരളത്തിൽ ശ്രമിച്ച ഭൂരിപക്ഷ ധ്രുവീകരണത്തിനാണ് ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അതിന് ഞങ്ങൾ തുറന്നു കാട്ടുന്നേ. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യமான നിലപാടുകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 10 വർഷത്തിന്റെ ഭരണത്തിന്റെ പ്രതിസന്ധികൾ. അനൂപ് ക്ഷമിക്കണം, ഒരുപാട് സാങ്കേതിക പ്രശ്നമുണ്ട്. അങ്ങയുടെ ശബ്ദം ഇങ്ങനെ വിറങ്ങലിച്ചാണ് വരുന്നത്. ഞാൻ ഇടപെടുകയാണ്. ആ സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ നിതിൻ കടിച്ചേരി, ഇതുവരെ അനൂപ് നടത്തിയ വിമർശനങ്ങൾക്കുള്ള മറുപടി. നോക്കൂ, ശ്രീ അനൂപ് പറയുന്നത്, ഞാൻ തുടക്കം മുതൽ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ പ്രശ്നം നിലപാടില്ലായ്മയാണ്. അത് അവർ തന്നെ സമ്മതിച്ചു. കോൺഗ്രസിൻ്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും ഒക്കെ ഈ ചർച്ചയിൽ അത് സമ്മതിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് ഒരു നിലപാടാണ്, രമേശ് ചെന്നിത്തലയ്ക്ക് വേറൊരു നിലപാടാണ്. പിന്നെ സോണിയാഗാന്ധിക്കുള്ള നിലപാടല്ല ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നിലപാട്. ഇതന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കൃത്യമായ നിലപാടുകളുണ്ട്. അത് പാർട്ടിയുടെ കാര്യത്തിലായാലും സർക്കാരിൻ്റെ കാര്യത്തിലായാലും ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയെന്ന കാര്യത്തിലായാലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും സുപ്രീം കോടതി വിധിയുടെ കാര്യത്തിലായാലും എല്ലാം ശരിയായതും കൃത്യവുമായിട്ടുള്ള എല്ലാ നിലപാടും ഞങ്ങൾക്കുണ്ട്. സുപ്രീം കോടതി വിധി വരുമ്പോൾ രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്നു, RSSൻ്റെ നേതാക്കൾ അനുകൂലിക്കുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കൾ അനുകൂലിക്കുന്നു. ഇവിടെ എന്താണ് പറയേണ്ടത് എന്നറിയാതെ കോൺഗ്രസ് നിൽക്കുന്നു. NSS നാമജപ ഘോഷയാത്ര നടത്തി അതിൽ നിന്ന് തങ്ങൾക്ക് രാഷ്ട്രീയമായ നേട്ടം കൊയ്യാം എന്ന ഘട്ടം വന്നപ്പോൾ ഓടി അതിലേക്ക് ചേരുന്നു. അതാണല്ലോ ശ്രീ NSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ ഇന്ന് പറഞ്ഞത്. ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല, ബാബറി മസ്ജിദ് തകർത്ത് അവിടെ ക്ഷേത്രമുണ്ടാക്കി ആ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടലിന് ക്ഷണിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടെന്തായിരുന്നു?
കോൺഗ്രസിന് അവിടെയും നിലപാടില്ല. ചിലർ പറയുന്നു പോകേണ്ടതായിരുന്നു, ചിലർ അല്ല, പറയുന്നു ഞങ്ങൾ കമൽനാഥ് സംഭാവന നൽകുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലയിടത്ത് നിലപാട് പറയുന്നു. ഇതിനെ കമൽനാഥ് അടക്കമുള്ളവർ സംഭാവന അടക്കം തീർത്ഥയാത്രയും ഒക്കെ നടത്തി. കോൺഗ്രസിന്റെ അതല്ലേ ഞാൻ പറഞ്ഞു വേണു. അപ്പോൾ കമൽനാഥ് പറയുന്നു ഞാൻ സംഭാവന നൽകിയിട്ടുണ്ട്, ഞാനതിൻ്റെ ഒപ്പം പോകുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ അതിലെന്താണ് പറയേണ്ടത് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അറിയുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിൻ്റെ നിലപാടില്ല. BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് എന്താ? RSS യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയതാരാ? RSSന്റെ നേതാക്കൾ. നോക്കൂ, ഇവിടെ സുപ്രീം കോടതിയുടെ വിധി വന്നാൽ അതനുസരിക്കാൻ നരേന്ദ്രമോദിയും ബാധ്യസ്ഥനാണ്, ഇന്ത്യയുടെ പ്രസിഡന്റും ബാധ്യസ്ഥനാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ബാധ്യസ്ഥനാണ്, എല്ലാവരും ബാധ്യസ്ഥരാണ്. കേരളത്തിൽ ഇപ്പോൾ സുകുമാരൻ നായർ വളരെ കൃത്യമായി ആ കാര്യം പറഞ്ഞു. ഇവിടെ ഇതിലേതെങ്കിലും ഞാൻ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി BJPയുടെ പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. 11 വർഷം കഴിഞ്ഞല്ലോ നരേന്ദ്രമോദിയുടെ സർക്കാർ. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്ന് 7 വർഷമാവുകയാണല്ലോ. എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ കാര്യത്തിലെ നിലപാട്? കേന്ദ്ര സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നിലപാട് ഇതുവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പറ്റിയിട്ടുണ്ടോ? പക്ഷേ BJPയുടെ പ്രതിനിധി പറഞ്ഞത് കേസുകളുടെ കാര്യം. അതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ അത് പറയൂ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സമരങ്ങളുടെ ഭാഗമായി വന്ന കേസുകൾ ഇതാണ് അതല്ലേ നിങ്ങൾ പറയേണ്ടത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അവസാനം പറഞ്ഞത് എന്താ? വിളിച്ചാൽ ഞാൻ പോകുമായിരുന്നു. നിങ്ങൾ ആദ്യം നിങ്ങളുടെ നിലപാട് കൃത്യമായി പറയൂ ജനങ്ങളുടെ മുമ്പിൽ. ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് CPM നടത്തിയ ഒരു പരിപാടിയല്ല. കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം മുമ്പേ ശരി ഇതിന് 5 മിനിറ്റ് കഷ്ടിയുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വികസനമല്ല, കേരളത്തിന്റെ പൊതുവികസനം. അതിനോട് എന്ത് നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്, BJP സ്വീകരിക്കുന്നത്? ശരി നിതിൻ, ഞാൻ വരാം. എനിക്ക് നിതിനോടൊരു പ്രധാനപ്പെട്ട ചോദ്യവുമുണ്ട്. ശ്രീ N ശ്രീകുമാർ, ഇവിടെ ഇന്നലെ ഇപ്പോൾ KS ശ്രീജിത്ത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലാണല്ലോ ഈ പ്രധാനപ്പെട്ട ഇന്റർവ്യൂ എടുക്കുകയും പിന്നെ ഇന്നിപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലടക്കം അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ഇന്റർവ്യൂ വരികയും ഒക്കെ ചെയ്തത് സുകുമാരൻ നായരുടെ. ഇന്ന് ശ്രീജിത്തിൻ്റെ ഫോളോ അപ്പ് സ്റ്റോറി ഉണ്ട്. അതിൽ പേര് പറയാൻ ഭയക്കുന്നൊരു KPC പ്രസിഡന്റിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതാരാണ് എന്നറിയില്ല. വി ഷുഡ് ഹാവ് ടേക്കൺ NSS into confidence as they always supported Congress in difficult times. Now the CPM has scored well. And the BJP has emerged as the opposition party that cares for the cause of Ayyappa devotees. എന്നിട്ട് പിന്നെ പറയുകയാണ്, നരസിംഹറാവു ഒരിക്കൽ മന്നം സമാധിയിൽ വന്നപ്പോൾ അങ്ങേക്ക് അറിയുന്ന കാര്യമാണല്ലോ, വിവാദം, അംഗരക്ഷകർ ഷൂ വിട്ട് കയറി, അത് വലിയ വിഷയമായി, ആന്റണി അത് പരിഹരിച്ചു എന്ന്. എന്നിട്ട് ഈ പേര് പുറത്തു പറയാൻ ഭയക്കുന്ന KPCCയുടെ മുൻ പ്രസിഡന്റ് പറയുകയാണ്, നൗ വി ഡു നോട്ട് ഹാവ് മെച്യൂർ ലീഡേഴ്സ് ആൻഡ് ദ പ്രസന്റ് ലീഡർഷിപ്പ് സീസ് ദ വെറ്ററൻസ് ആസ് യൂസ്ലെസ്. ഇതിപ്പോൾ നിങ്ങളുടെ പ്രശ്നമാണെന്നേ. NSS ഇങ്ങനെ പറയാൻ നിർബന്ധിതമാകുന്നത് കോൺഗ്രസിൻ്റെ കെൽപ്പ് കുറവുകൊണ്ടാണ് എന്ന് മുൻ KPCC പ്രസിഡന്റ് തന്നെ പേര് പറയാൻ ഭയത്തോടുകൂടി പറയുകയാണ് മാധ്യമങ്ങളോട്. ഇതിലിപ്പോൾ CPMന്റെ മെക്കിട്ട് കയറിയിട്ട് വല്ല കാര്യവുമുണ്ടോ ശ്രീകുമാർ? അല്ല, മുൻ KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സ്വപ്നം കണ്ടെഴുതിയായിരിക്കും. അങ്ങനത്തെ ഒന്നും ഉത്തരം പറയാൻ എന്തായാലും സൗകര്യമില്ല. രണ്ടാമത്തെ കാര്യം, അത് കൃത്യമായിട്ട് പറയണം, ഇന്ന ആളാ പറയുന്നത് പറയട്ടെ. ഇനി വേണു ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തോടെ NSSന്റെ നേതൃത്വത്തിന് ഒരു അതൃപ്തി ഉണ്ട്. ആ അതൃപ്തിക്ക് പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങൾ രാഷ്ട്രീയ നിലപാടുകളിലേക്ക് വന്നിട്ടില്ല. ഇവിടെ സമുദായ നിലപാട് മാത്രമേ ഉള്ളൂ. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവരിപ്പോൾ ഈ CPM ഈ നടത്തിയ സംഗമവും അതിനുശേഷമുള്ള നിലപാടുകളൊന്നും വേണു CPMന്റെ മുഖപത്രത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു മുഖപ്രസംഗം പോലും എഴുതിയിട്ടില്ല ഇതുവരെ. ഈ മറ്റേ പമ്പയിൽ നടന്ന സമ്മേളനത്തിന്റെ അതിന് ശേഷമുള്ള നിലപാടുകളെ കുറിച്ചൊന്നും ഒരു മുഖപ്രസംഗം പോലും CPMന്റെ മുഖപത്രത്തിലില്ല. അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് നിലപാടില്ല എന്നുള്ളതല്ലേ? ഇവിടെ നിലപാട് കോൺഗ്രസിന് ഇല്ലെന്ന് പറഞ്ഞ കുറേ കഥകൾ പറഞ്ഞു. വാസവൻ മന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശം വായിച്ചു. പോട്ടെ, അതൊരു BJPയുടെ പ്രമുഖ നേതാവാണ്, അവർക്ക് ആവശ്യമുണ്ടായിരിക്കും, വായിച്ചു. ഇവിടെ വിഴിഞ്ഞത്ത് അദാനിയെ പുകഴ്ത്തിയില്ലേ ഇവര്? അദാനിയെ പുകഴ്ത്തിക്ക് പ്രധാനമന്ത്രി എന്നിവരെ പരിഹസിച്ചില്ലേ? കമ്മ്യൂണിസ്റ്റുകളും അദാനിയെ പുകഴ്ത്തുന്നത്. അപ്പോൾ ഇവർക്ക് എന്ത് നിലപാടാണുള്ളത്? ഇവർക്ക് നിലപാടില്ല എന്ന് പറയാൻ കാരണം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കാഞ്ചി കാമകോടി ശങ്കരാചാര്യര് ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ AK ആന്റണി അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹം പീഠത്തിലും ആന്റണി നിരത്തുമിരുന്നു. ഒരു ചടങ്ങാണത്. അതിനെ ഇവർ വിമർശിച്ചു CPM. എന്നിട്ട് ഇതേ സ്വാമിയാണോ കാഞ്ചി മഠാധിപതി, അദ്ദേഹം ആലപ്പുഴ ചെന്നപ്പം അന്നത്തെ മന്ത്രിമാരായിരുന്ന തോമസ് ഐസക്കും G സുധാകരനും താലത്തിൽ പൂക്കളും അതുപോലെ ഫലങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയി. എന്ത് നിലപാടാണ് ഉള്ളത്? ഇവിടുത്തെ ശബരിമല വിഷയത്തിൽ തന്നെ നവോത്ഥാനം മറക്കരുത്. 2016 ശേഷം കേരളത്തിൽ നവോത്ഥാനം വന്നു. ആ നവോത്ഥാനം മതിൽ കെട്ടിയിട്ട് മതിലിലെ കല്ലുകൾ എവിടെ? എന്ത് നിലപാടാണ് അവർക്കുള്ളത്?
ആ നിലപാടുകൾ NSSന്റെ മുമ്പിൽ തിരുത്തപ്പെട്ടു. NSS പറഞ്ഞില്ലേ തിരുത്താൻ, SNDP പറഞ്ഞില്ലേ തിരുത്താൻ. പിന്നെ എന്തിനാ ഈ പാർട്ടി കോൺഗ്രസ്, പിന്നെ എന്തിനാ ഈ പാർട്ടി പ്ലീനം, പിന്നെ എന്തിനാ ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം, പിന്നെ എന്തിനാ ഈ സെക്രട്ടേറിയറ്റ്? എന്ത് നിലപാടാണ് ഇവർക്കുള്ളത്? അങ്ങനെ ഇവർ പറയണം ഞങ്ങളുടെ നവോത്ഥാന കാലത്തെടുത്ത നിലപാട് ശബരിമല സ്ത്രീ പ്രവേശം അത് ഒരു മിനിറ്റ്, അത് കഴിഞ്ഞ അധ്യായം എന്ന് പാർട്ടി സെക്രട്ടറി ME ഗോവിന്ദൻ, കഴിഞ്ഞ അധ്യായം അടഞ്ഞ അധ്യായം എന്ന് കടകംപള്ളി മുൻ ദേവസ്വം മന്ത്രി. എന്ത് നിലപാടുള്ളത്? അപ്പൊ ഇവർക്ക് നിലപാടുമില്ല. ഇവർക്ക് അതാത് കാലത്തെ നിലപാടേ ഉള്ളൂ. ഭരണം കിട്ടാനുള്ള നിലപാട് അത്രേ. ശരി ശ്രീകുമാർ. ശ്രീ ബിജു നായർ, ഇവിടെ ഈ BDJS-ലൂടെ CPM-ന് ഒരു ഘട്ടത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന ഈ SNDP വോട്ടുകൾ നിങ്ങൾ അടർത്തിയെടുക്കുന്നു. BJP വി മുരളീധരൻ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണത് മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ. പിന്നെ NSS-നെയും പിടിക്കുക, ക്രിസ്ത്യൻ വിഭാഗത്തെയും ചേർക്കുക, ഇതാണല്ലോ BJPക്ക് അധികാരത്തിൽ വരാനുള്ള നിങ്ങളുടെ മിഷൻ പരിപാടി. അത് പൊളിയുകയല്ലേ? SNDPയും NSS-ഉം ഒറ്റയടിക്ക് പിന്തുണ പറയുകയാണ്. പിന്നെ ഈ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ് നേരെ പിണറായി വിജയൻ എങ്ങോട്ടാ പോയതെന്ന് അങ്ങേക്കറിയാം. അടൂരിൽ സഭകളുടെ പുനരൈക്യ വാർഷിക സമ്മേളനത്തിലാണ്, കത്തോലിക്ക സഭകളുടെ. അവിടെ ആർജവമുള്ള മുഖ്യമന്ത്രി എന്നാണ് ക്ലീമിസ് ബാവ ഈ പിണറായിയെ പറ്റി പറഞ്ഞത്. ഇനി 2-ാം തീയതിയും ഈ മാസം 28-ാം തീയതിയും അടുത്ത മാസം 2-ാം തീയതിയും തിരുവനന്തപുരത്തും കോഴിക്കോടുമായി ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടത്താൻ പോവുകയാണ് CPM. എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ്. നിങ്ങൾ മാനത്ത് നോക്കിയിരിക്കേണ്ടി വരുമോ? ചുരുക്കം വാക്കുകളിൽ എനിക്ക് ഒരിക്കൽ കൂടി നിതിനിലേക്ക് പോകേണ്ടതുണ്ട്. അത് ഇവിടെ പിണറായി സർക്കാർ വളരെ വ്യക്തമായി മതമേലധ്യക്ഷന്മാരെയും സാമുദായിക നേതാക്കളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരെ പോക്കറ്റിലാക്കാൻ ശ്രമിക്കുമ്പോൾ BJP വളരെ കൃത്യമായി വികസിത കേരളം എന്നുള്ള ലക്ഷ്യം വെച്ച്, അതിപ്പോൾ ഏത് ഒരു മതവിഭാഗത്തിൽ നിന്നാണോ ഏത് ജാതിയിൽ നിന്നാണോ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുവാൻ പോകുന്നത്, അത് BDJS-ൽ നിന്നാണോ അതോ SNDP-യിൽ നിന്നാണോ NSS-ൽ നിന്നാണോ എന്നുള്ള ഒരു പ്രശ്നമല്ല. നമുക്കൊരു വിഷനാണ് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്. അതാണ് നമ്മുടെ മിഷൻ. അത് താങ്കൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അതാണ് BJP-യെ മറ്റു പാർട്ടികളിൽ അവസാനമായി നിതിൻ വേഗം മറുപടി പറയണം, കാരണം നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. അപകടകരമായൊരു നീക്കം നടക്കുന്നുണ്ട് പതുക്കെ. അതും ഈ ശബരിമലയോട് അടുത്തൊരു സ്ഥലത്താണ് നടന്നിരിക്കുന്നത്. കോട്ടയത്ത് സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം നടക്കുകയുണ്ടായി. പാല മേവട പുറക്കാട്ട് ദേവി ക്ഷേത്ര മാൽത്തറയിൽ. എന്താണ് ഈ വിദ്വാൻ പറഞ്ഞതെന്നറിയുമോ? കേന്ദ്രതലത്തിൽ ദേവസ്വം ബോർഡ് പോലൊരു സംവിധാനം വരുന്നതോടെ എല്ലാ ആരാധനാലയങ്ങളുടെയും പ്രവർത്തനം ഒരേ രീതിയിലാകും. കേട്ടല്ലോ നിതിനെ. ഇനി കൂടാതെ ഈ ശബരിമല വിമോചന പ്രസ്ഥാനം തുടങ്ങാൻ പോവുകയാണ് കുമ്മനം. രാജീവ് ചന്ദ്രശേഖറിന് പന്തള സംഗമത്തിന് ശേഷം ഒരു പ്രമേയം കൊടുത്തിട്ടുണ്ട് മോദിക്ക് കൊടുക്കാനായി. അതിൽ പറയുന്ന ആവശ്യം ശബരിമലയിലെ സർക്കാരിൻ്റെ ഇടപെടലുകളും ദേവസ്വം ബോർഡിൻ്റെ ആരാധനാപരമല്ലാത്ത ഇടപെടലുകളും അവസാനിപ്പിക്കണമെന്നാണ്. അപ്പോൾ കളത്തിലേക്ക് മോദി ഇറങ്ങാനുള്ള കരുക്കൾ ഇവിടെ നീക്കുന്നുണ്ട്. ലക്ഷ്യം ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെ വോട്ട് തട്ടലാണ്. ഈ കേന്ദ്ര ദേവസ്വം ബോർഡ് വരുമെന്ന ഈ അപായമണിയെ നിങ്ങൾ അങ്ങനെ കാണുന്നു? ചുരുക്കം വാക്കുകളിൽ, സമയം കഴിഞ്ഞതുകൊണ്ട്. നമുക്ക് 11 കൊല്ലമായി നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ നിറഞ്ഞ് കളിക്കുന്നുണ്ടല്ലോ. കേരളത്തിലേക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ഇനിയും ഈ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന പല്ലുകളുടെ കാലത്ത് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ നരേന്ദ്രമോദിക്ക് കഴിയും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. മാത്രമല്ല, ഞങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും സാമുദായിക നേതാക്കളെ പിന്തുണയുറപ്പിച്ച് കേരളത്തിൻ്റെ അധികാരം തുടരാനല്ല, അല്ലെങ്കിൽ കേരളത്തിൽ ഭരണത്തുടർച്ച ഉണ്ടാക്കാനല്ല പരിശ്രമിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം നേടാനാണ്. ആ നേടുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തിൽ എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സർക്കാരിനെയും പ്രശംസിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കേരളത്തിൽ സമുദായ നേതൃത്വത്തിൻ്റെ കാല് പിടിക്കാൻ പോയിട്ടുള്ളത് 5-ാം മന്ത്രിയുടേതാണെങ്കിലും താക്കോൽ സ്ഥാനത്തുള്ള മന്ത്രിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ചരിത്രം കേരളത്തിലെ ജനങ്ങൾ മറന്നു തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ കേരളത്തിൻ്റെ വികസനവും ജനക്ഷേമവും ജനങ്ങളെ മുൻനിർത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള നിലപാടുകളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാ വിഭാഗവും ഞങ്ങളെ പിന്തുണയ്ക്കും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ശരി, എന്തായാലും ചരിത്രപരമായ ഒരു ചൂടുമാറ്റത്തിലേക്ക് NSS പോകുന്നു എന്ന നിർണായക സന്ധിയിൽ കേരള രാഷ്ട്രീയം എത്തി നിൽക്കുകയാണ്. കോൺഗ്രസിനെ കൊണ്ട് ഒന്നും കൊള്ളില്ല എന്ന് G. സുകുമാരൻ നായർ ആവർത്തിച്ച് പറഞ്ഞതിനുള്ള മറുപടി ഇനി സതീശൻ നൽകട്ടെ. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.